വേഡ് ഓഫ് ഗോഡ് ടുഡേ 3 മണിക്കൂർ. നിയമാവർത്തന പുസ്തകം 9 അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. തബേറായിലും മാസായിലും കിബ്രോത്ത് ഹത്താവായിലും വെച്ച് നിങ്ങൾ കർത്താവിനെ പ്രകോപിപ്പിച്ചു. ഞാൻ നിങ്ങൾക്ക് തന്നിരുന്ന ദേശം പോയി കൈവശമാക്കിക്കൊള്ളുവിനെന്ന് പറഞ്ഞ് കർത്താവ് നിങ്ങളെ കദ്ദേഷ് ബർണയിൽ നിന്ന് അയച്ചപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന നിങ്ങൾ ധിക്കരിച്ചു. അവിടുത്തെ നിങ്ങൾ വിശ്വസിച്ചില്ല, അനുസരിച്ചില്ല. ഞാൻ നിങ്ങളെ അറിയാൻ തുടങ്ങിയത് മുതൽ നിങ്ങൾ കർത്താവിനെ അനുസരിക്കാത്ത ധിക്കാരികളാണ്. അതുകൊണ്ട് ആ 40 രാവും പകലും ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ പ്രണമിച്ച് കിടന്നു. എന്തെന്നാൽ നിങ്ങളെ നശിപ്പിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തിരുന്നു. ഞാൻ കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: ദൈവമായ കർത്താവേ, അങ്ങയുടെ മഹത്വത്താൽ അങ്ങ് രക്ഷിച്ച അവിടുത്തെ ശക്തമായ കരത്താൽ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തെയും അവകാശത്തെയും നശിപ്പിക്കരുതേ. അങ്ങയുടെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ഓർക്കണമേ. ഈ ജനത്തിൻ്റെ ദുശാഠ്യവും തിന്മയും പാപവും കണക്കിലിടരുതേ. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവജനത്തിനു വേണ്ടി, ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം കർത്താവിൻ്റെ മുമ്പിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതാണ്. മോശ വീണ്ടും വീണ്ടും പറയുക, 40 രാവും 40 പകലും ആഹാരം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ആ മലയുടെ മുകളിൽ ഞാൻ കമന്ന് കിടന്ന് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു പക്ഷേ അതിൻ്റെ ആരംഭമാണോ? ഇതിനു മുമ്പ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയവരുണ്ട് തീർച്ചയായിട്ടും. ഇവിടെ വളരെ തീവ്രമായ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ അനുഭവം നമുക്ക് കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഇടയിലും ഈ നേതൃത്വം കൊടുക്കുന്നയാളെന്നുള്ള നിലയിൽ ആ ജനത്തിനു വേണ്ടി ഇത്രയേറെ കാഠിന്യമേറിയ തപസ്സും പ്രാർത്ഥനയും മോശ ഏറ്റെടുത്തെങ്കിൽ നമുക്കും അതിന് പങ്കാളിയാകാൻ കടമയില്ലേ? ഓരോ കുടുംബത്തിനും വേണ്ടി കുടുംബനാഥനും കുടുംബനാഥയും ദൈവസന്നിധിയിൽ എന്നും മധ്യസ്ഥ വഹിക്കേണ്ടവരാണ്. നമ്മൾ അനേകരങ്ങനെ പ്രാർത്ഥിക്കുന്നവരുമായിരിക്കും. തീർച്ചയായിട്ടും ആരെങ്കിലും പ്രാർത്ഥിക്കാത്തവരുണ്ടെങ്കിൽ ഇന്നു മുതൽ നമുക്ക് അതൊരു ശീലമാക്കി എടുക്കണം. നമ്മളുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി, നമ്മുടെ വസ്തുക്കൾക്ക് വേണ്ടി, നമ്മുടെ വാഹനങ്ങൾക്ക് വേണ്ടി, നമുക്ക് ദൈവം തന്ന എല്ലാത്തിനും വേണ്ടി ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കുന്നതോടൊപ്പം തന്നെ അതിന് വേണ്ട കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി പ്രാർത്ഥിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഭയിലേക്ക് നമ്മൾ വന്നാൽ നമുക്കറിയാം, നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് മതബോധനമുണ്ട്. ഈ മതബോധന രംഗത്ത് മതബോധകരായിരിക്കുന്ന അധ്യാപകരൊക്കെയും അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കേണ്ടവരാണ്. അത് കഴിഞ്ഞാൽ യുവജനങ്ങളുടെ ഇടയിലേക്ക് ഈ കുടുംബ കൂട്ടായ്മ ലീഡേഴ്സ്, വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റി, മാതൃജ്യോതിസ്, പിതൃവേദി, ചാസ്, AKCC, നമ്മുടെ എല്ലാ സംഘടനകളിലും ഏതെല്ലാം സംഘടന സഭയിലുണ്ടോ അവരെല്ലാവരും അവരവർക്ക് ദൈവം ലഭിച്ചു കൊടുത്തിരിക്കുന്ന ആ ജനത്തിന് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. കുറേ പ്രവർത്തനങ്ങൾ നടത്താൻ വ്യഗ്രത പിടിച്ച് ഓടുന്നവരാണ് നമ്മളെല്ലാം. തീർച്ചയായിട്ടും ഞാനും അതിരൂപതയുടെ നേതൃത്വത്തിലൊക്കെ ശുശ്രൂഷയിൽ നിന്നിരുന്നയാളാണ്. ഞാൻ മതാധ്യാപകർക്ക് ക്ലാസ് എടുക്കുമ്പോൾ അവരോടും പറയുമായിരുന്നു, നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക എന്നതാണ് ആദ്യത്തെ കടമ. അത് മാതാപിതാക്കളുടെ മേഖലകളിലും മാതൃയോസിനും പിതൃവേദിക്കും വേണ്ടി ക്ലാസ് എടുക്കുമ്പോഴും ഞാനിത് പറയുമായിരുന്നു. പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മളുടെ ഉത്തരവാദിത്തങ്ങളും കടമകളുമാണ്. നമുക്കറിയാം, നമ്മുടെ സന്യസ്തർ നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി മുഴുവൻ മധ്യസ്ഥം വഹിക്കേണ്ടവരാണ്. നമ്മുടെ ഇടവകയെ മുഴുവൻ കരങ്ങളിലെടുത്തുകൊണ്ട് ബലിയർപ്പിക്കേണ്ടവരാ പുരോഹിതരും. പ്രിയമുള്ളവരെ, അങ്ങനെ അനുസ്യൂതം ഇതിലോ സഭയുടെ എൻഡ് വരെയും ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി തുടർന്നു പോകേണ്ടതാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അത് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിലനിൽക്കുന്നത്. എങ്കിൽ പോലും എവിടെയെങ്കിലും ഏതെങ്കിലും സംഘടനാ പ്രവർത്തകത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിലോ മധ്യസ്ഥം വഹിക്കേണ്ടവർ ആ ദൗത്യം മറന്നു പോയിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, എല്ലാവർക്കും വേണ്ടി നമുക്ക് മധ്യസ്ഥം വഹിക്കാം. മോശയുടെ ആ മാതൃക നമ്മൾക്കിടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഇടവക സമൂഹത്തിനും
നമ്മുടെ ക്രൈസ്തവ ലോകത്തിന് മുഴുവനും ആ ഒരു വലിയ ശക്തി ലഭിക്കട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.